ഹായ്, നമസ്കാരം. ഒരു മേക്കപ്പിൽ മസ്കാരയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ഐ ലാഷിൽ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് മസ്കാര യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ജോബിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് നമ്മൾ കണ്ണെഴുതിയിട്ട് ഒരു മസ്കാര ഇടുന്ന ശീലം എല്ലാവർക്കും ഉണ്ടാവും. മാക്സിമം പലർക്കും ഉണ്ടാവും, യൂസ് ചെയ്യാത്തവരും ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒട്ടും ബോധേഡ് അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. കാരണം പലതാണ്. നമ്മൾ മസ്കാര ഇട്ടാൽ ഭയങ്കര ഡ്രമാറ്റിക് ആയി പോകുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അങ്ങനെ അല്ലാതെ സിമ്പിളായിട്ട് ഇടാനായിട്ടും പറ്റും. പിന്നെ പ്രോഡക്റ്റ് വൈസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ മസ്കാര ഇടുകയാണെങ്കിൽ നമ്മൾ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെയൊക്കെ സ്പ്രെഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫ് മസ്കാരാസ് ആയിരിക്കും അല്ലേ. അപ്പോൾ വാട്ടർ പ്രൂഫ് മസ്കാരയ്ക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോവേയില്ല. അത് നമ്മുടെ സ്കിന്നിൽ ലാഷിൽ പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ നമ്മളിങ്ങനെ പിച്ച് പറിച്ച് ഓരോന്ന് വാഷ് രാത്രി കിടക്കാൻ നല്ലൊരു പണിയാണ്. അപ്പം ഞാനത് എല്ലാവർക്കും നമ്മൾ ഏതാണ് നല്ല മസ്കാര എന്ന് എല്ലാവരും ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ. ഫാഷൻ കളറിൻ്റെ ഡബിൾ ഹെഡഡ് ആയിട്ടുള്ള ഒരു മസ്കാര. അപ്പം ഈ മസ്കാരയ്ക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫും ആണ്. വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കഴുകുമ്പോൾ പെട്ടെന്ന് ഇളകി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അതാണ് കുറച്ചുകൂടെ ബെറ്റർ, കാരണം നമ്മുടെ പീലിക്ക് ഡാമേജ് ആവാതെ അത് ഇളകി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും തോന്നി. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, പ്രോഡക്റ്റ് പ്രൊമോഷനൊന്നും അല്ല. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ നമുക്ക് മേളിലുള്ള ലാഷും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മസ്കാര ഇടാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇങ്ങനെ നമുക്ക് കുറച്ചൊരു ഹൈലൈറ്റ് കൊടുക്കാൻ പറ്റും. വലിയ രീതിയിലൊന്നും ഇല്ല, അതൊക്കെ ഭയങ്കര ഡ്രമാറ്റിക് ആവത്തുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇടാനും പറ്റും. പിന്നെ ഉള്ളത് ചെറിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോവർ ലാഷിനും ഉള്ളത് ഇതിനകത്ത് തന്നെ ഉണ്ട്. കണ്ടോ, ഇത് തിന്നായിട്ടുള്ള ലാഷ്. അതാകുമ്പോൾ നമുക്ക് താഴെയും നമുക്കിത് ഇടാൻ പറ്റും. അപ്പം നമ്മുടെ ലോവർ ലാഷ് നമുക്ക് നല്ല ഭംഗിയാക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയില്ല, യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ചോളൂ കേട്ടോ. കാരണം ഇത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.